ഞാൻ പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്ത സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തതല്ല. 1 കോടി രൂപയുടെ പ്രൊമോഷൻ ഞാൻ ഫ്രീ ആയി ചെയ്തു. അങ്ങനെ ഇനി ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അഖിലേട്ടൻ അങ്ങനെ ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ പടങ്ങൾ പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. ഷൂട്ട് തുടങ്ങി 10 ദിവസം കൊണ്ട് കഴിഞ്ഞ പടങ്ങൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അങ്ങനെ പേഴ്സണലി ഒന്നും അറിയാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഒരു കണ്ണൂർ അങ്ങ് ഇരട്ടിയിൽ ആ സൈഡിലുള്ള ഒരു പ്രൊഡ്യൂസർ വന്ന് സഹായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അഖിൽ മാരാറിനെ വിളിച്ചിരുന്നു ഈ ലാസ്റ്റ് ഇയർ ഇന്നലെയോ ഇന്നങ്ങാണ്ട് സംസാരിക്കുന്നു? ഞാൻ വിളിച്ചിരുന്നു. പടം അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി ഡെസ്പായിരുന്നു. പടം ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്രയും എത്തിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അത് സത്യസന്ധമായ കാര്യമാണ്. പുള്ളിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പടം എത്തിയില്ല എന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളി ഓൾറെഡി കണ്ട പടമാണ്. എക്സ്പെക്ടേഷൻ അനുസരിച്ച് പടം എത്തിയില്ല എന്നല്ല, പുള്ളിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഓഡിയൻസ് റിയാക്ഷൻ വന്നിട്ടില്ല എന്ന് പുള്ളി പറഞ്ഞിരുന്നു. കാരണം പുള്ളി എക്സ്പെക്ട് ചെയ്തിരുന്നു കുറച്ചുകൂടെ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടേക്കാം എന്ന് പുള്ളി കരുതിയിരുന്നു. പക്ഷേ നമ്മൾ അതിന്റെ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ എക്സ്പെക്ടേഷനിൽ അത്രത്തോളം എത്തിയില്ല എന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ പടം കുഴപ്പമില്ല, കാണാൻ പറ്റുന്നായിരുന്നു. കണ്ടു ഒരുപാട് പേര് വലിയ കുഴപ്പമില്ല, നല്ലതാണ്. അല്ലെങ്കിൽ ഇല്ല, ഇന്നലത്തോടെ നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂർ, കൊച്ചിയിലും ഇന്നലെ നിന്നു.